കുറിക്കുവാൻ, മാനുഷികമായ ചിന്തകളെ തിരിക്കുവാൻ, വൈദ്യശാസ്ത്രത്തെ പോലും തിരിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ കരം എൻ്റെ മേൽ ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് വിചാരമില്ല എന്ന്. ഓ റബാല, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെയോ ഹൃദയത്തിനകത്ത് അനാവശ്യമായി കയറിയിരിക്കുന്ന ചില ചിന്തകളെ, അനാവശ്യമായി കയറിയിരിക്കുന്ന ചില വിചാരങ്ങളെ, അനാവശ്യമായി കയറിയിരിക്കുന്ന ചില ടെൻഷനുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് എറൈസ് ചെയ്യുകയാ. നാളുകളായി നിനക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ, നാളുകളായി സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ, ആത്മാവിൽ വേണ്ടവണ്ണം കയറി വരുവാൻ കഴിയാതെ, നിന്നെ വിചാരിച്ച്, നിന്നെ ടെൻഷൻ അടിപ്പിച്ച്, നിന്നെ ചിന്തയിലാക്കി, നിന്നെ ബലഹീനപ്പെടുത്തുന്ന പോരാട്ടത്തോട് ഇന്ന് പകൽ ബൈ പറയാൻ എത്ര ദൈവമക്കൾ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ശക്തിയോടെ ചിലരുടെ വിചാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ചിലരുടെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഇല്ലാതാകുന്നു. തലമുറയെ പറ്റിയുള്ള ചിന്തകൾ, അവരുടെ ഭാവിയെ പറ്റിയുള്ള ചിന്തകൾ. മക്കളെ, കേൾക്കും വാഗ്ദത്തം നമ്മൾ ഇഷ്ടം പോലെ കേൾക്കും, ദൈവശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിനെയൊക്കെ പറ്റിയുള്ള അനാവശ്യമായ ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇത് പിശാച് നമ്മളിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ കെണിയാണ്. ഇത് പിശാച് നമ്മളിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പദ്ധതിയാ. എന്തിനാണെന്നറിയാമോ? ഇത് വന്നാൽ നമ്മളെ ക്ഷീണിപ്പിക്കാം. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ, ഇസബേൽ എന്തോ ഒന്ന് പറഞ്ഞത് കേട്ടിട്ട് ഹല്ലേലൂയ പ്രവചിച്ച, ഹല്ലേലൂയ അന്തരീക്ഷ മണ്ഡലത്തോട് പ്രവചിച്ചവൻ, ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം ചെയ്ത മനുഷ്യൻ ഇപ്പൊ നോക്കിക്കേ, ഹല്ലേലൂയ ഇപ്പൊ മതിയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാ. ഹല്ലേലൂയ, ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് നീ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് ഹല്ലേലൂയ മതിയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് കൽപ്പിക്കുകയില്ല, നിന്നെ കൊണ്ട് ഇനി അധികമായി എന്തൊക്കെയോ ചെയ്യിക്കുവാൻ ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന അനാവശ്യ ചിന്തകളെ ഒന്നിനെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് എഴുതി വച്ചിരിക്കുകയോ, ഒന്നിനെ കുറിച്ചും. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിനകത്തൂടെ കടന്നുപോയ വ്യക്തിയല്ലേ. ഹല്ലേലൂയ. കാരാഗ്രഹം, കപ്പലിനകത്തെ പ്രതികൂലം, ഹല്ലേലൂയ. ഇത് ഏതെല്ലാം അവസ്ഥയ്ക്കകത്തുകൂടെ കടന്നുപോയി. മെലീത്തയ്ക്കകത്തെ പ്രതിസന്ധി, ഹല്ലേലൂയ. അടി അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള പ്രതികൂലം, ഹല്ലേലൂയ. പട്ടിണി, ഇല്ലായ്മ, ഇതെല്ലാം അനുഭവിച്ച ഈ ദൈവമനുഷ്യൻ പറയുകയാണേ, ഒന്നിനെ കുറിച്ചും. ഈ ഓഗസ്റ്റ് മാസം ഓക്കെ ആൻറ്റി, ഓക്കെ ഒന്നിനെ കുറിച്ചും, ഹല്ലേലൂയ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.